ഏകദേശം 12 പേരെ ചാരപ്രവർത്തനം ഇന്ത്യയിലെ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും 11 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹരിയാനയിലും പഞ്ചാബിലും അവിടെ നമുക്കറിയാം, ഇപ്പോഴത്തെ പാൽക്കാം സംഭവത്തിന് ശേഷം നമ്മുടെ അതിർത്തികളിൽ ഏറ്റവും കൂടുതൽ ബോംബിങ് നടന്ന, പാക് ഷെല്ലിംഗ് ഒക്കെ നടന്ന ആ ഏരിയയാണ്. ആ ഏരിയയിലുള്ളവരെയാണ് 12 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊരു സൈനിക നടപടി ചോർത്തിയ ഹരിയാനയിലെ ഒരാളുണ്ട്, മുഹമ്മദ് താരിഫ്. അയാളെ അറസ്റ്റ് ചെയ്യാൻ കാരണം അവിടുത്തെ പാക് എംബസിയിലെ ഒരു വ്യക്തി ഇവർക്ക് ഒരു സിം കാർഡ് കൊടുത്തിരിക്കും. ആ ഒരു ബന്ധം ആണ് ഈ സൈനിക നടപടിയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോർത്തി കൊടുക്കാൻ കാരണം ഇയാളാണ് എന്ന് സംശയിക്കേണ്ടി. മുഹമ്മദ് താരിഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് വളരെ ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. അയാള് ഹരിയാനയിലെ നൂഹ് ജില്ലക്കാരനാണ്. കാങ്കർ എന്ന ഗ്രാമത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ അയാൾക്ക് എങ്ങനെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരാളുമായിട്ട് ബന്ധം വന്നു, അയാൾ സിം കാർഡ് കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അത് ചാരപ്രവർത്തനം തന്നെയാണ്, യാതൊരു സംശയമില്ല. പഞ്ചാബിൽ നിന്ന് തന്നെ 3 പേരെയും കൂടെ ചാരപ്രവർത്തനം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പലാക്സർ മാസി എന്ന് പറഞ്ഞ ഒരാള്, സൂർജ് മാസി, എമീൻ മുഹമ്മദ്, 3 പേരെ ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹരിയാനയിൽ നിന്നുണ്ട് 2 പേര്, നൗമാർ ഇലാഹി, ദേവേന്ദ്ര സിംഗ്. UP നിന്ന് ഒരാളെ, അയാള് ഷഹ്സാദ് എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അവര് 11 പേരും പഞ്ചാബിലെ നമ്മുടെ ഇന്ത്യൻ സൈനികരുടെ ഡീറ്റെയിൽസുകളെല്ലാം അയച്ചു കൊടുത്ത മുഹമ്മദ് താരിഫ്